കൊടിയത്തൂർ വികസന കുതിപ്പിന്റെ 5 വർഷങ്ങൾ. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ കൊച്ചു ഗ്രാമം കൊടിയത്തൂർ. കക്കാട് തോടും ചെറുപുഴയും മലയോരത്തിന്റെ വശ്യസുന്ദരമായ പ്രകൃതിക്കുമേൽ ചാർത്തിയ വെള്ളി അരഞ്ഞാണം പോൽ വേനലിൽ അലസുഗമനയാവുകയും വർഷകാലത്ത് കൂലം കുത്തിയൊഴുകുകയും ചെയ്യുന്ന ഇരുവഴിഞ്ഞിയും കീഴ്പ്പറമ്പ് പഞ്ചായത്തിന് ഓരം ചേർന്നൊഴുകുന്ന ചാലിയാറും അതിരുഴുന്ന ഭൂപ്രദേശം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സിംഹഗർജനമായി ഇതിഹാസ തുല്യനായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പാദസ്പർശമേറ്റ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ചൂടും ചൂരും ആവാഹിച്ച് ജീവത്യാഗം ചെയ്ത സമര പോരാളികളുടെ സ്മരണ തുടിക്കുന്ന ഭൂമിക. ഉച്ചക്കാവ് ഭഗവതി ക്ഷേത്രവും ശ്രീകൃഷ്ണപുരം ക്ഷേത്രവും തോട്ടുമുക്കം സെന്റ് തോമസ് ചർച്ചും കൊടിയത്തൂരിലെയും ചെറുവാടിയിലെയും മുള്ളൻമടക്കലിലെയും പള്ളികൾ ഉൾപ്പെടെ മതസാഹോദര്യത്തിന്റെ ഈറ്റില്ലമായ സമ്പന്നമായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം നെഞ്ചേറ്റുന്ന ഭൂമിക. സാധാരണക്കാരിൽ സാധാരണക്കാരും കർഷകരും ഒപ്പം വിവിധ മേഖലകളിൽ ഉന്നതങ്ങൾ കീഴടക്കിയവരുമായ ഒരു ജനതയുടെ ഹൃദയത്തുടിപ്പായ ഗ്രാമം. ഈ ഗ്രാമം ഇന്ന് നേട്ടങ്ങളുടെ വിശാല ലോകത്തേക്ക് കുതിക്കുകയാണ്. മലയോര മേഖലാ പ്രദേശത്തിന്റെ ഇല്ലായ്മയും വല്ലായ്മയും ഇച്ഛാശക്തി കൊണ്ടും കൃത്യമായ പ്രയത്നം കൊണ്ടും മറികടക്കുകയാണ് ഈ ഗ്രാമം. കഴിഞ്ഞ 5 വർഷത്തിനിടെ സമാനതകളില്ലാത്ത വികസനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. 16 വാർഡുകളെയും ഒന്നായി കണ്ട് വികസനമെത്തിക്കാനായി എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഭരണസമിതി കാണുന്നത്. 2020 ഡിസംബർ മാസം അധികാരമേറ്റെടുത്ത വി ഷംലൂലത്തിന്റെയും കരീം പഴങ്കലിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി മുതൽ ഇപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ദിവ്യ ഷിബുവിന്റെയും ഫസൽ കൊടിയത്തൂരിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി വരെ വികസന കാര്യങ്ങളിൽ മത്സര ബുദ്ധിയോടെയാണ് പ്രവർത്തിച്ചത്. OA അൻസുവാണ് നിലവിൽ സെക്രട്ടറി. കൊടിയത്തൂർ ഗവൺമെന്റ് UP സ്കൂളിന് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകി പ്രിയങ്ക ഗാന്ധി MP കൈകളാൽ അത് നാടിന് സമർപ്പിക്കുകയും ചെയ്തു. 9ാം വാർഡിലെ പുലുകുന്നത്ത്, 12ാം വാർഡിലെ കുറ്റിക്കാട്ടുകുന്ന് എന്നീ 2 അംഗൻവാടികൾക്ക് സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടമുണ്ടാക്കിയതോടെ പഞ്ചായത്തിലെ 26 അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടമായി എന്നത് ഏറെ അഭിമാനകരമാണ്. തോട്ടുമുക്കത്തും മൂതപ്പറമ്പിലും പുതിയ ആരോഗ്യ സബ് സെന്റർ സ്ഥാപിച്ചതും ഭവനരഹിതരായ 129 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതും ഭരണസമിതിയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ്. പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന പൊറ്റമ്മൽ ഗ്രൗണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ യാഥാർത്ഥ്യമാക്കിയതും പൊറ്റമ്മൽ മുള്ളൻമട റോഡിലെ കൽവെട്ട് യാഥാർത്ഥ്യമാക്കിയതും വേറിട്ട പ്രവർത്തനമായി ഭരണസമിതി കാണുകയാണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞ 5 വർഷങ്ങളിലായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുള്ളതിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 26 അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം. പുലുങ്കുന്നത്ത് അംഗനവാടി, കുറ്റിക്കാട്ടുന്നത്ത് അംഗനവാടി എന്നിവിടങ്ങളിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജനകീയമായി പണം സ്വരൂപിക്കുകയും സ്ഥലമേറ്റെടുത്ത് പഞ്ചായത്ത് നൽകിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി കെട്ടിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തോട്ടുമുഖത്തും മുതപ്പറമ്പിലും പുതിയ ആരോഗ്യ സബ് സെൻ്ററുകൾ നിർമ്മിച്ച് പൂർത്തീകരിക്കുവാനായിട്ടും ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 129ഓളം ഭവനരഹിതരായ ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതി നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ധാരാളം വാസയോഗ്യമല്ലാത്ത വീടുകൾ വാസയോഗ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഭരണസമിതി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് എല്ലാ മാസവും സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. കാരക്കുറ്റി ലക്ഷം വീട് കോളനി നവീകരിച്ച് ഗ്രീനറി വില്ല എന്ന് നാമകരണം ചെയ്തും മാട്ടുമുറി രാജീവ് നഗർ
മുതപ്പറമ്പ് നഗർ ഉൾപ്പെടെ കോളനികൾ നവീകരിച്ച് നാട്ടുകാർക്കായി സമർപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും ഓരോ മാസവും ഡയാലിസിസ് കിറ്റ് നൽകി വരുന്നതിന് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും മാറ്റിവെച്ചത്. അതിദരിദ്രർക്ക് സൗജന്യമായി മരുന്ന് നൽകി വരുന്നതും ഈ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമാണ്. പട്ടയം ഇല്ലാതിരുന്ന 79 കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിന് നേതൃത്വം നൽകാനും ഭരണസമിതിക്കായി. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കാരക്കുറ്റിയിൽ നീന്തൽക്കുളം യാഥാർത്ഥ്യമാക്കിയതിനൊപ്പം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറുപ്പംകണ്ടി റോഡും കാരക്കുറ്റി ഗ്രൗണ്ട് യങ്സ്റ്റാർ ക്ലബിന്റെ സഹകരണത്തോടെ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് ലെവൻസ് കോർട്ടാക്കി മാറ്റിയതും വലിയ നേട്ടം തന്നെയാണ്. കൊടിയത്തൂർ GMUP സ്കൂളിൽ എല്ലാ ക്ലാസ് മുറികളിലും ശുദ്ധജല സംവിധാനമൊരുക്കിയതും ഗവൺമെന്റ് LP UP സ്കൂളുകളിൽ പുതിയ കെട്ടിട നിർമ്മാണവും നവീകരണവുമെല്ലാം വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ കാൽവെപ്പായി മാറി. പന്നിക്കോട് AUP സ്കൂളിലെ ടോയ്ലറ്റ് സമുച്ചയവും തോട്ടുമുക്കം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ഒരുക്കിയതുമെല്ലാം സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളിലേക്കും പഞ്ചായത്തിന്റെ വികസനം എത്തിക്കാനായി എന്നതിൻ്റെ മകുടോദാഹരണങ്ങളാണ്. കൈതപ്പൊയിൽ, ചാലയ്ക്കൽ, മാടാമ്പി, പാറമണ്ണിൽ കൂവപ്പാറ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ പുതിയ കുടിവെള്ള പദ്ധതികളും നിലവിലുള്ളതിൻ്റെ നവീകരണവുമാണ് ഭരണസമിതി നടത്തിയത്. ഇത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾക്കാണ് ആശ്വാസമായത്. എല്ലാ വാർഡുകളിലും പുതിയ നിരവധി റോഡുകൾ നിർമ്മിക്കുകയും നിലവിലുള്ള റോഡുകൾ ഗതാഗതയോഗ്യമാക്കുകയും ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി ജില്ലയിൽ തന്നെ സ്വന്തമായി കെട്ടിടമുള്ള MCFും യാത്രക്കാർക്കായി ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രവും യാഥാർത്ഥ്യമാക്കാനായതും ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശ്വാസ് ക്ലിനിക്കിന് പുതിയ കെട്ടിടം നിർമ്മിച്ചതും വനിതാ സ്വയം തൊഴിൽ സംരംഭകർക്ക് ഒട്ടനവധി വർക്ക് ഷെഡുകൾ സ്ഥാപിച്ചു നൽകിയതും കൊടിയത്തൂരിലെ ബ്യൂട്ടി പാർലറുമടക്കം സ്ത്രീകൾക്ക് നൂതന സംരംഭങ്ങൾക്കായുള്ള പദ്ധതികൾ എല്ലാമായി എണ്ണിയാലൊടുങ്ങാത്ത വികസനമാണ് 5 വർഷത്തിനിടെ യാഥാർത്ഥ്യമാക്കിയത്. ഓരോ വാർഡുകളിലും നിരവധി റോഡുകൾ പുതുതായി നിർമ്മിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും മനോഹരമായി റീടാർ ചെയ്ത് വൃത്തികരിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ മൂന്നോല ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ MCF ഉള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഈ പഞ്ചായത്തിൽ ഒരു MCF ഉണ്ടായത് കൊണ്ട് നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രവർത്തനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി ജില്ലയിൽ നിന്ന് മികച്ച നേട്ടം നേടാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മറ്റൊരു വികസന പ്രവർത്തനം ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം. എയർപോർട്ടിൽ ഉൾപ്പെടെ പോകാൻ ആവശ്യമായ ആളുകൾക്ക് ഒന്ന് വിശ്രമിക്കാനും അവരുടെ എല്ലാ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ടേക്ക് എ ബ്രേക്ക്. അതേപോലെ തന്നെ ഈ കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട വികസനമായിട്ട് നമ്മൾ പുതിയ ശ്വാസ് ക്ലിനിക്ക്, നമ്മൾ പുതിയ ബിൽഡിംഗ് പൂർത്തീകരിക്കാനും അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി നമ്മളെ പുതിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ ജിം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. വനിതാ തൊഴിൽ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി വർക്ക് ഷെഡുകൾ മനോഹരമായി ഓരോ വാർഡിലും വർക്ക് ഷെഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിന് പുതിയ വർക്ക് ഷെഡുകൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി, അതേപോലെ തയ്യൽ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ഓരോ വാർഡുകളിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. കൊടിയത്തൂർ ഉത്സമാശ്വര സ്മൃതി വായനശാല നവീകരിച്ചു എന്ന് മാത്രമല്ല, അത് ഒരുപാട് വർഷക്കാലം അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിനെ നമ്മൾ പുത്തന ഉണർവോട് കൂടി പുതിയ അവിടെ ലൈബ്രറിയെ നിയമിച്ചു, പുതിയ പുസ്തകങ്ങൾ വാങ്ങി, കമ്പ്യൂട്ടർ വാങ്ങി, എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള അത് നവീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ ഭരണസമിതിയെ എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. വ്യത്യസ്തവും നൂതനവുമായ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നും മുന്നിൽ തന്നെയായിരുന്നു. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ദേവഹരിതം പദ്ധതിക്ക് ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ തുടക്കം കുറിച്ചതും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ്. പന്നിക്കോട് ശ്രീകൃഷ്ണപുരം ക്ഷേത്രം ഭൂമിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നഴ്സറിയിൽ സ്വയം ഉൽപ്പാദിപ്പിച്ച ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും
സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, കൃഷി വകുപ്പ് എന്നിവർ നൽകിയ തൈകളും ഉൾപ്പെടെയുള്ള തൈകളാണ് വെച്ചു പിടിപ്പിച്ചത്. പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിനോദയാത്ര വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു. പരിധിയും പരിമിതിയും അവരുടെ ആവേശത്തിന് മുൻപിൽ വഴിമാറുകയായിരുന്നു. അതോടൊപ്പം തന്നെ 4 ദിനരാത്രങ്ങൾ കൊടിയത്തൂർ ഗ്രാമവാസികൾക്ക് ഉത്സവ പ്രതീതി സമ്മാനിച്ച കൊടിയത്തൂരിന്റെ സൗഹൃദ ഓണാഘോഷ പരിപാടിയും ഏറെ വ്യത്യസ്തമായി. 400-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന വെസ്റ്റ് കൊടിയത്തൂർ റോഡ് വികസനത്തിന്റെ ആവശ്യകതയുമായി പ്രദേശവാസികൾ രംഗത്തിറങ്ങിയപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതിന് പൂർണ്ണ പിന്തുണ നൽകി. 1000-ഓളം വാഹനങ്ങളുള്ള പ്രദേശത്തേക്ക് വീതിയുള്ള റോഡുകൾ ഇല്ലാത്തത് ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്നു. ഈ പ്രശ്നത്തിനും ജനകീയ കൂട്ടായ്മയിൽ പരിഹാരമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റുമായി സഹകരിച്ച് ഗ്രാമപഞ്ചായത്ത് നടത്തിയ ചെറുവാടി ഫെസ്റ്റ് വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ നവീകരണത്തോടെ ഓഫീസിന്റെ സ്ഥല സൗകര്യമില്ലായ്മയ്ക്കും പരിഹാരമായി. വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണ് നാടിന്റെ ഭാവി എന്ന തിരിച്ചറിവിൽ വിദ്യാഭ്യാസ മേഖലയിൽ നൂതനവും മാതൃകാപരവുമായ നിരവധി പ്രവർത്തനങ്ങൾ ഉന്നതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വഴി നടപ്പാക്കാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ വിവിധങ്ങളായ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. സാമ്പത്തിക ബാധ്യത മൂലം ഉന്നത പഠനം സാധാരണക്കാരുടെ മക്കൾക്ക് പലപ്പോഴും അന്യമാകുന്നത് പതിവ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് പഠന മികവ് തെളിയിച്ച സാധാരണക്കാരുടെ മക്കൾക്ക് NMMS, ഒളിമ്പ്യാഡ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ്, കേന്ദ്ര സംസ്ഥാന സർവീസ് മത്സര പരീക്ഷകൾക്കുള്ള ഫൗണ്ടേഷൻ ക്ലാസുകൾ തുടങ്ങിയവയ്ക്കുള്ള പരിശീലനങ്ങൾ ഉന്നതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടിയത്തൂർ പഞ്ചായത്തിൽ തീർത്തും സൗജന്യമായി തുടക്കം കുറിച്ചത്. മാടാമ്പി, തെയ്യത്തുംകടവ്, സൗത്ത് കൊടിയത്തൂർ അംഗൻവാടികൾ ക്രാഡിൽ അംഗൻവാടിയായി ഉയർത്തിയത് ഈ ഭരണസമിതിയുടെ കാലത്താണ്. മറ്റ് അംഗൻവാടികൾ ക്രാഡിലാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. 1-ാം ക്ലാസ്സിൽ 1-ാം തരം എന്ന ലക്ഷ്യത്തോടെ ഉന്നതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ LP, UP സ്കൂളുകളിലും ആധുനിക രീതിയിലുള്ള ശിശു സൗഹൃദ ഡെസ്കുകളും ബെഞ്ചുകളും വിതരണം ചെയ്തു. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ പഠന സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാലയങ്ങൾക്ക് ഫർണിച്ചറുകളും നൽകി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ നിർമ്മിച്ചു നൽകി അടിസ്ഥാന സൗകര്യം ഒരുക്കുകയും ചെയ്തതും മികച്ച നേട്ടമാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. കഴുത്തുപ്രായ സ്കൂളിൽ 2 ക്ലാസ് റൂമുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. തോട്ടുമുക്കം GUP സ്കൂളിൽ സ്കൂൾ ഗേറ്റ് നിർമ്മാണം, ടോയ്ലറ്റ് നിർമ്മാണം എന്നിവയെല്ലാം ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളതാണ്. കാർഷിക മേഖലയ്ക്കും കൃത്യമായ സപ്പോർട്ട് നൽകുവാനായിട്ട് ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. നെൽകർഷകർക്കും കേര കർഷകർക്കും ധനസഹായം, സോളാർ ഫെൻസിംഗ് മുതലായ പദ്ധതികൾ ഈ ഒരു ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കാട്ടുപന്നി ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നായാട്ട് പോലെയുള്ള പദ്ധതികളും ഈ ഒരു ഭരണസമിതിക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും പ്രോത്സാഹനവും പഠന പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമായി. ഇതോടൊപ്പം പഠനമുറി നിർമ്മിച്ചു നൽകിയും ഫർണിച്ചറുകൾ നൽകിയും വാട്ടർ ടാങ്ക്, പോത്തുകുട്ടികൾ എന്നിവ നൽകിയും ഇവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു. വായനയും പഠനവും വിദ്യാലയങ്ങളിൽ ഒതുങ്ങി നിന്നാൽ പോരാ, അത് പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാവണം എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം നിലച്ച ഉസ്സൻ മാസ്റ്റർ സ്മൃതി ഗ്രന്ഥശാലയും സാംസ്കാരിക നിലയവും പ്രവർത്തന സജ്ജമാക്കുന്നതിനും ഇവിടെ ലൈബ്രറിയനെ നിയമിക്കുന്നതിനും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകി. മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് തുടർ പഠനങ്ങളിൽ കൂടുതൽ കരുത്തും ഊർജവും പകരും എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിൽ
SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉന്നതി പദ്ധതി വഴി ഭരണസമിതി ആദരവൊരുക്കി. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠനസഹായം നൽകിയതും ഉന്നതി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി LSS, USS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലനം നൽകാനായതും ഭരണസമിതിയുടെ നേട്ടമാണ്. 26 അംഗൻവാടികളിലും പോഷകാഹാര വിതരണവും നടത്തിവരുന്നു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ തുടർ പഠനം സംബന്ധിച്ച് ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നതി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനമായി. ചെറുപ്രായത്തിൽ തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ അംഗനവാടികളുടെ അടിസ്ഥാന വികസനവും ഏറെ പ്രാധാന്യമുള്ളതായി ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. 16 വാർഡുകളിലായി 26 അംഗനവാടികൾ ഉള്ളതിൽ 26 എണ്ണത്തിനും സ്വന്തം കെട്ടിടമായി. വർണ്ണക്കൂട്ട് പദ്ധതിയുടെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ വൈഫൈ കണക്ഷൻ ഉറപ്പാക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിക്കാനായി. കാലവർഷത്തിൽ തകർന്ന തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ മേൽക്കൂര മാറ്റി സ്ഥാപിക്കുന്നതിന് 12 ലക്ഷം രൂപയാണ് ഭരണസമിതി വകയിരുത്തിയത്. വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിയായിരുന്നു ഈ നടപടി. ഒപ്പം തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് മുറികൾ ഒരുക്കുന്നതിലും ഭരണസമിതി നേതൃത്വം നൽകി. കഴുത്തൊട്ടിപ്പുറായി GLP സ്കൂളിന് പുതിയ കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഈ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തെ കുതിച്ചുചാട്ടത്തിന് തന്നെ കാരണമായി. പ്രിയങ്ക ഗാന്ധി MP ഫണ്ട് ഉപയോഗിച്ച് ചുള്ളിക്കാപ്പറമ്പ് LP സ്കൂളിന് പുതിയ വാഹനം വാങ്ങിയത് വിദ്യാർത്ഥികൾക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസമായത്. കൂടാതെ വിവിധ വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനായി ക്ലാസ് മുറികൾ, ശുചിമുറികൾ എന്നിവയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. സർക്കാർ അംഗീകാരമുള്ള ലൈബ്രറികളായ സീതി സാഹിബ്, തോട്ടുമുക്കം എന്നിവയ്ക്ക് കമ്പ്യൂട്ടർ നൽകി ഡിജിറ്റലൈസ് ചെയ്തു നൽകാനും ഈ ഭരണസമിതിക്കായി. സേവന മേഖലയിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്നത്. സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ വാതിൽപ്പടി സേവനം നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നായ കൊടിയത്തൂർ ഇതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞു തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രായാധിക്യം, ഗുരുതര രോഗം, ശാരീരിക മാനസിക വെല്ലുവിളി, അതിദാരിദ്ര്യം തുടങ്ങി വിവിധ കാരണങ്ങളാൽ അവശത അനുഭവിക്കുന്നവർക്കും അറിവില്ലായ്മ കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും അടിസ്ഥാന സർക്കാർ സേവനങ്ങൾ യഥാസമയം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്കും സർക്കാർ സേവനങ്ങളും മറ്റും വീടുകളിൽ എത്തിച്ചു നൽകുന്ന വാതിൽപ്പടി സേവനത്തിൽ വേറിട്ട മാതൃക തന്നെ തീർക്കാൻ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് സൗജന്യ നിയമോപദേശവും നിയമസഹായവും നൽകുന്ന പദ്ധതിയായ ലീഗൽ എയ്ഡ് ക്ലിനിക്കും നിരവധി പേർക്ക് ഉപകാരമായെന്ന കാര്യത്തിൽ സംശയമില്ല. 3 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള പുരുഷന്മാർക്കും വരുമാന പരിധിയില്ലാതെ മുഴുവൻ സ്ത്രീകൾക്കും പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും. ഏത് കേസുകളിലും ഏത് ഘട്ടത്തിലും അഭിഭാഷകരുടെ സേവനം സൗജന്യമായി അനുഭവിക്കുന്ന പദ്ധതിയാണിത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ, അതിലെടുത്ത് പറയേണ്ടത് ക്ഷേമ പെൻഷനുകളാണ്. ആ ക്ഷേമ പെൻഷനുകൾ അത് പൊതുജനങ്ങൾക്ക് അത് അപേക്ഷ ലഭിച്ചതിന് അത് പ്രകാരം സമയബന്ധിതമായി തന്നെ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് തരികയും അത് യഥാസമയം നടപ്പാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുള്ള ഒന്നാണ്. അതോടൊപ്പം ഇതിൽ വരുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരുന്ന ഭവനം, IAY, PMAY ലൈഫ് ഭവന പദ്ധതികളിൽ 129 പേർക്ക് വീടുകൾ കൊടുക്കാൻ സാധിച്ചു. അത് വളരെ കറക്റ്റായിട്ട് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് തന്നെ സാധിച്ചത് വളരെ സന്തോഷമുള്ള ഒന്നാണ്. കൂടാതെ വയോജന സംഗമം, വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ, അംഗനവാടി ക്ഷേമ പ്രവർത്തനങ്ങൾ, ഭിന്നശേഷി കുട്ടികൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അവർക്കൊക്കെ തന്നെ പദ്ധതി വെച്ചുകൊണ്ട് തന്നെ അവരുടെ ആ തലങ്ങൾ ഊന്നിക്കൊണ്ട് അവരുടെ വികസനങ്ങൾക്ക് ലക്ഷ്യമിടാൻ അത് സാധിക്കാനും
സാധിച്ചു കൊടുക്കാനും സാധിച്ചതിൽ സന്തോഷം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറെ പ്രാധാന്യത്തോടെ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഇതിനായി വിവിധങ്ങളായുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ലക്ഷം വീട് കോളനികൾക്കുള്ള നവീകരണമാണ്. പഞ്ചായത്തിലെ എല്ലാ ലക്ഷം വീട് കോളനികളുടെയും മുഖച്ഛായ മാറ്റി ലക്ഷം വീട് എന്ന പേര് തന്നെ മാറ്റിയെടുത്തുകൊണ്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരിക എന്നതാണ് ഭരണസമിതി ലക്ഷ്യം വെച്ചിരുന്നത്. എല്ലാ വീടുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മുഴുവൻ പണികളും പൂർത്തീകരിച്ചുകൊണ്ട് അവിടുത്തെ കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പുവരുത്തി അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് അന്തസ്സോടെ ജീവിക്കാനുള്ള ചുറ്റുപാട് ഒരുക്കി കൊടുക്കുക, അർഹരായ എല്ലാവർക്കും പട്ടയം അനുവദിച്ചു നൽകുക എന്നൊരു വലിയ പദ്ധതിയാണ് ഏറെക്കുറെ യാഥാർത്ഥ്യമായത്. നവീകരണത്തിനായി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തത് 2 ലക്ഷം വീടുകളാണ്. 14 കുടുംബങ്ങളുള്ള കാരക്കുറ്റി കോളനി, 26 കുടുംബങ്ങളുള്ള തടായിൽ കോളനി എന്നിവ. വർഷങ്ങളായി വികസനം എന്തെന്ന് തൊട്ടറിയാത്ത ഈ 2 കോളനി നിവാസികളും ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26 ലക്ഷം രൂപയും പൊതുജനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയ പ്രവൃത്തിക്ക് ആവശ്യമായ മെറ്റീരിയൽ എല്ലാം ഉപയോഗപ്പെടുത്തിയാണ് കോളനികൾ നവീകരിച്ചത്. കാരക്കുറ്റി കോളനി നവീകരിച്ച് ഗ്രീനറി വില്ലയായി മാറ്റിയപ്പോൾ തടായിൽ കോളനിയിലെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. താമസക്കാരിൽ അർഹരായവർക്ക് 100% പട്ടയം ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നതും വലിയൊരു നേട്ടമാണ്. ഇത്തരമൊരു മാറ്റം തങ്ങളും പ്രതീക്ഷിച്ചില്ല എന്നാണ് കോളനിയിലെ താമസക്കാർ പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തിയ സർവേയുടെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ 79 പേർക്ക് പട്ടയം ലഭ്യമാക്കാനായി വില്ലേജ് അധികൃതരുടെ സഹായം ലഭ്യമാക്കി ഭൂമിയുടെ സർവേ നടത്തി ആവശ്യമായ 9 രേഖകളും തയ്യാറാക്കി വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ചതാണ് നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയത്. നിരവധി വികസനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രാധാന്യമുള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് കോളനികളുടെ നവീകരണമാണ്. ഇതിൻ്റെ പേര് മാറ്റുക മാത്രമല്ല, കൊടിയത്തൂരിലെ കാരക്കുറ്റി ഗ്രീനറി വില്ല, അതേപോലെ രാജീവ് നഗർ, അതേപോലെ മുതുപ്പറമ്പ് നഗർ, ഇതൊക്കെ പേര് മാറ്റുക മാത്രമല്ല ചെയ്തത്, അതിലൊക്കെ എല്ലാ വീടുകളും പുത്തൻ വീടുകളാക്കി പുതിയ വീടുകൾ നിർമ്മിച്ചു, നല്ല പെയിന്റ് അടിച്ചു, ഗാർഡൻ ഉൾപ്പെടെയുള്ള ചെയ്തുകൊണ്ട് മനോഹരമാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം. ആരോഗ്യ മേഖല. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 90% സാധാരണക്കാരായ ജനങ്ങളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലും സാന്ത്വന ചികിത്സാ രംഗത്തും വയോജന ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങളിലും കാര്യമായ ഇടപെടൽ ഭരണസമിതി നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കിഡ്നി രോഗികൾക്കായി നടപ്പിലാക്കിയ പദ്ധതി തന്നെയാണ്. ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത ഡയാലിസ് ചെയ്യുന്ന മുഴുവൻ കിഡ്നി രോഗികൾക്കും സൗജന്യമായി മരുന്ന് നൽകുന്ന പദ്ധതിയാണിത്. മരുന്ന് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ സൗജന്യമായി വീട്ടിലെത്തിച്ചു നൽകുന്ന പദ്ധതി രോഗിക്കും കുടുംബത്തിനും ഏറെ ആശ്വാസമാകുന്നതാണ്. 19 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. തോട്ടുമുക്കം സബ് സെന്റർ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഈ മേഖലയുടെ ആരോഗ്യരംഗത്ത് അത് പുതിയ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, തോട്ടുമുക്കം മൃഗാശുപത്രി നവീകരിച്ചതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. പന്നിക്കോട് ഹോമിയോ ആശുപത്രിയിലും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഭരണസമിതി നടത്തിയത്. കിണർ നിർമ്മാണം, ഹൈടെക് ശുചിമുറി നിർമ്മാണം തുടങ്ങിയവയും ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. കാരാളിപ്പറമ്പ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സൗജന്യമായി സ്ഥലം ലഭിച്ചപ്പോൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനായതും വലിയ നേട്ടമാണ്. ഇതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെ വിവിധ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യമേളയും സംഘടിപ്പിച്ചു. വനിതകൾക്കായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. വിവിധ വാർഡുകളിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ
പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സഹകരണത്തോടെ നടത്തിയ വൃക്കരോഗ നിർണയ ക്യാമ്പും എടുത്തു പറയേണ്ടതാണ്. പുതിയ ഭക്ഷണശീലം മൂലം ജീവിതശൈലി രോഗമുൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ആശുപത്രിയിലെത്തുന്നവർക്ക് വ്യായാമത്തിനും സൗകര്യമൊരുക്കി ഓപ്പൺ ജിം ആരംഭിക്കാനായതും ആരോഗ്യമേഖലയിലെ വലിയ നേട്ടമാണ്. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് പൊതുജനങ്ങൾക്കായി ഓപ്പൺ ജിം ഒരുക്കിയത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കൊടിയത്തൂർ പഞ്ചായത്ത് നമുക്ക് ഈ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ കിഡ്നി ക്യാൻസർ രോഗികൾക്ക് നിർണയ ക്യാമ്പ് നടത്താനും സാധിച്ചു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കോച്ചിങ് ക്ലാസ്സും അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റ് കൊടുക്കാനും പഠന ഉപകരണങ്ങൾ കൊടുക്കാനും ഈ ഭരണസമിതിക്ക് സാധിച്ചു. ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചതിൽ ഈ ഭരണസമിതി ഉള്ള നിലക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള നിലക്ക് എനിക്ക് സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കോവിഡ് കാലത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. പന്നിക്കോട് AUP സ്കൂളിൽ ആരംഭിച്ച ഹൈടെക് വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി പേരാണ് എത്തിയിരുന്നത്. കേന്ദ്രത്തിലെത്തുന്നവർക്കായി സൗജന്യ വൈഫൈ, ടെലിവിഷൻ, ഫാൻ എന്നിവയ്ക്ക് പുറമെ വിശ്രമ കേന്ദ്രം, ശൗചാലയം, എമർജൻസി വാഹനം, കോഫി സ്പോട്ട്, വിശാലമായ പാർക്കിംഗ് സൗകര്യവുമെല്ലാം ഒരുക്കിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ച വാക്സിനേഷൻ 100% പൂർത്തിയാക്കാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിരുന്നു. പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിന്റെ പ്രവർത്തനങ്ങളും നാടിനാകെ മാതൃകയായിരുന്നു. സർക്കാർ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ജില്ലയിലാദ്യമായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് നൽകിയിരുന്നത്. പഞ്ചായത്തിലെ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കായി. തീർത്തും വീടകങ്ങളിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഇവർക്കായി ഭിന്നശേഷി കലാകായികമേള സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാർക്കും കുടുംബങ്ങൾക്കും പുത്തൻ ഉണർവായി. ഭിന്നശേഷി കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി സംഘടിപ്പിച്ച വിനോദയാത്രയും അവർക്ക് പുതിയ അനുഭവമായിരുന്നു. കണ്ണൂർ വിസ്മയ പാർക്ക്, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കായിരുന്നു വിനോദയാത്ര. ഇത് അവർക്കൊരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവർ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയപ്പോൾ അവർക്ക് ആശ്വാസമേകി സംഘടിപ്പിച്ച വയോജന സംഗമമായ സ്വറക്കൂട്ടവും പാലിയേറ്റീവ് രോഗി സംഗമവും അംഗൻവാടി കലോത്സവവുമെല്ലാം വേറിട്ട അനുഭവമായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പരിഗണനയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകി വരുന്നത്. വലിയ സൗകര്യത്തോടെ സ്വന്തമായി കെട്ടിടമുള്ള ജില്ലയിലെ ആദ്യ MCF യാഥാർത്ഥ്യമാക്കിയത് കൊടിയത്തൂർ പഞ്ചായത്തിലാണ്. എല്ലാ വാർഡിലും മിനി MCFകളും സ്ഥാപിച്ച് കൃത്യമായി മാലിന്യ ശേഖരണം നടത്തിവരുന്നു. എല്ലാ അങ്ങാടികളിലും ബിന്നുകൾ സ്ഥാപിക്കുകയും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് സ്വന്തമായി വാഹനം വാങ്ങുകയും ചെയ്തതും ഈ ഭരണസമിതിയാണ്. കാർഷിക മേഖല, മലയോര കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് കർഷകർക്കാശ്വാസമായ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഭരണസമിതി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നാളികേര കർഷകർക്കായി തെങ്ങിന് വളം, നെൽ കർഷകർക്കായി വിത്തും വളവും ഉൾപ്പെടെ പ്രോത്സാഹന പദ്ധതികൾ, വാഴ കർഷകർക്കായുള്ള പദ്ധതികൾ, ഇടവിള കിറ്റ് വിതരണം, കാട്ടുപന്നിയടക്കമുള്ള വന്യജീവികളിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ സോളാർ ഫെൻസിംഗ്, നിരവധി തവണകളിലായി നടത്തിയ കാടിളക്കി നായാട്ട്, കുറ്റിക്കുരുമുളക് തൈ വിതരണം, കൃഷിഭവനിലെ അഗ്രോ ഫാർമസി തുടങ്ങിയവ കാർഷിക മേഖലയിൽ നടപ്പാക്കിയ പദ്ധതികളിൽ ചിലത് മാത്രമാണ്. പദ്ധതിയുടെ കാര്യത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ 99.47% പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ കാലയളവിൽ സാധിച്ചു എന്നത് തന്നെയാണ്. കാർഷിക മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കർഷകർക്ക് ആവശ്യമായ എല്ലാ മേഖലയും തൊട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയുള്ള പദ്ധതികൾ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ക്ഷീരകർഷകർ വികസന സെമിനാറിലും എല്ലാം പങ്കെടുത്ത സമയത്ത് അവരുടെ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചതും ഓരോ
അക്കമിട്ട ഓരോ ആവശ്യങ്ങളും എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പദ്ധതി വെച്ചതും മുന്നോട്ട് കൊണ്ടുപോയതും. ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചതിന്റെ ചാരിത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യുവതലമുറ ഉൾപ്പെടെ ലഹരിയിലേക്ക് കാൽ വഴുതി പോകുമ്പോൾ ഒരു നാടിനാകെ ആശ്വാസമായി നിരവധി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഭരണസമിതി നടത്തിയത്. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടികളും ഏറെ വേറിട്ടതായി. എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന അവകാശവാദങ്ങളൊന്നുമില്ല. എങ്കിലും പരിമിതമായ 5 വർഷ കാലയളവിനുള്ളിൽ പരിമിതികൾക്കും പരാധീനതകൾക്കുമിടയിൽ നിന്ന് ഇത്രയൊക്കെ ചെയ്യാനായി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നത്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയാം. നാടിൻ്റെ വളർച്ചയും ഉന്നമനവും കാക്ഷിക്കുന്ന കൊടിയത്തൂരിലെ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ അതും സാധ്യമാകുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇക്കാലമത്രയും ഒപ്പം നിന്നവരോടും പിന്തുണച്ചവരോടും വിമർശനങ്ങൾ കൊണ്ട് കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകിയവരോടുമുള്ള സ്നേഹവും കടപ്പാടും വാക്കുകളിലൊതുക്കാതെ സ്വയം പര്യാപ്തമായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ഇനിയും മുൻപിലുണ്ടാവുമെന്ന ഉറപ്പോടെ സ്നേഹം, നന്ദി.